ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 34 മുതൽ 48 വരെ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടു വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. യഹൂദനായിരുന്ന അപ്പോസ്തലനായ പത്രോസ് യഹൂദനല്ലാത്ത ഇറ്റലിക്കാരനായ കൊർന്നല്യോസിന്റെ വീട്ടിലെത്തി. ദൈവം പത്രോസിനെ എത്തിച്ചതാണ്. അവിടെ ചെന്ന് പത്രോസ് തനിക്ക് ഉണ്ടായ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ യഹൂദനായ പത്രോസ് ഇതുവരെ ജാതികളുടെ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അതിനൊരു മാറ്റമുണ്ടായി. അയാൾ ഇപ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം യഹൂദന്മാർ അല്ലാത്തവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന കാര്യം മനസ്സിലാക്കിയ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്നു. പത്രോസ് യഹൂദനല്ലാത്ത ഒരാളോട് ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ആ പ്രസംഗം കേട്ട് ആളുകൾ അത് വിശ്വസിക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രസംഗം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ പത്രോസ് പറയുന്നു, ദൈവം എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചു എന്നാണ്. യേശു എല്ലാവരുടെയും കർത്താവാണ്. അതിനുശേഷം പത്രോസ് പറയുന്നത് യേശുവിനെ ഈ ഭൂമിയിൽ കൊടുത്ത ശുശ്രൂഷയെക്കുറിച്ചാണ്. തൻ്റെ ശുശ്രൂഷ താൻ വിശദമായി പറയുന്നുണ്ട്. അത് കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ കേട്ടിട്ടുള്ള കാര്യമാണ്. യേശുവിൻ്റെ ജീവിതം ഒരു ചരിത്ര സംഭവമാണ് എന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അറിയാം. യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്നത് സുവിശേഷ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതിലടിസ്ഥാനപ്പെട്ടതാണ് സുവിശേഷ സന്ദേശം. അടുത്തതായി, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് പത്രോസ് പറയുന്നു. അഭിഷേകം ചെയ്തവൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ക്രിസ്തു. ക്രിസ്തു എന്നുള്ളത് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ളത്
ഗ്രീക്ക് പദമാണ്. മിശിഹ എന്നത് എബ്രായ പദം. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ, അഭിഷിക്തൻ. യേശു നന്മ ചെയ്യുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ആളുകൾക്ക് രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സഞ്ചരിച്ച കാര്യം പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ് എന്ന് പത്രോസ് സാക്ഷ്യവും പറയുന്നു. യേശുക്രിസ്തുവിനെ മരത്തിൽ തൂക്കി കൊന്ന ശേഷം താൻ ഉയർത്തെഴുന്നേറ്റ കാര്യവും പത്രോസോടെ പറയുന്നുണ്ട്. യേശുവിനെ കൊല്ലുവാൻ വിധിച്ചത് അനേക ആളുകൾ കണ്ടു, തൻ്റെ മരണവും അനേകർ കണ്ടു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ തെരഞ്ഞെടുത്ത, തന്നിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർക്ക് മാത്രമേ യേശു പ്രത്യക്ഷനായുള്ളൂ. അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, വേറെ 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷനായി. യേശുവിനെ ദൈവം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി നിയമിച്ചിരിക്കുന്നു എന്നും പത്രോസ് പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പത്രോസ് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കേൾവിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതിൻ്റെ അർത്ഥം അവർ ഈ കേട്ട കാര്യങ്ങൾ വിശ്വസിച്ചു അല്ലെങ്കിൽ അംഗീകരിച്ചു എന്നാണ്. അതുകൊണ്ട് പത്രോസിൻ്റെ പ്രസംഗം അനുകരിക്കാൻ പറ്റിയ ഒരു സുവിശേഷ പ്രസംഗമാണ്. ഈ കാര്യം യാതൊരു സംശയവും കൂടാതെ പറയാം. ആ സന്ദേശത്തിൽ യേശു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് വ്യക്തമായി പത്രോസ് പറഞ്ഞു. ചരിത്രപുരുഷനായ യേശു നന്മ മാത്രം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് മനുഷ്യരുടെ പാപമോചനത്തിന് ആധാരം എന്നും പത്രോസ് പറഞ്ഞു. യേശുവിൻ്റെ നാമം മൂലം വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കും എന്നതാണ് സുവിശേഷ സന്ദേശം. എന്നാൽ ഈ കാര്യങ്ങൾ പറയുന്നതിന് പകരം ആളുകളുടെ ജീവിത അനുഭവമോ മോട്ടിവേഷണൽ ടോക്കോ ആളുകളെ രക്ഷിക്കില്ല. അവർക്ക് പാപബോധമുണ്ടാക്കില്ല. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയുമില്ല. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവർ പത്രോസിൻ്റെ ഈ ചെറിയ പ്രസംഗമൊന്ന് മനസ്സിരുത്തി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ വചനം കേട്ടവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വളരെ അത്ഭുതങ്ങളും നടന്നു. അത്ഭുതമെന്നാൽ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ അവർ സംസാരിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. എന്നാൽ പത്രോസിൻ്റെ കൂടെ പോയ മറ്റ് 6 യഹൂദന്മാരുണ്ടല്ലോ, അവർ കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള ആളുകൾ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടല്ല അത്ഭുതപ്പെട്ടത്. അവർ അത്ഭുതപ്പെട്ടു. ഈ അത്ഭുതം കണ്ടിട്ടല്ല, മറിച്ച് അവർ അത്ഭുതപ്പെട്ടത് യഹൂദന്മാരായ ആളുകൾക്ക് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചതുപോലെ തന്നെ ഇപ്പോൾ യഹൂദന്മാരല്ലാത്തവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നു. അന്യഭാഷയിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള ആളുകൾ സംസാരിച്ചത് യഹൂദന്മാരായ ആളുകളെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ, എന്താണ്? യഹൂദന്മാരായ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതുപോലെ തന്നെ ഈ ജാതികളായവർക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നു. അവിടെ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചതുപോലെ തന്നെ ഇവരും സുവിശേഷം കേട്ട് വിശ്വസിച്ചിരിക്കുന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ തന്നെ ഈ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം നമ്മൾ സ്നാനപ്പെട്ടതുപോലെ തന്നെ ഇവരും സ്നാനപ്പെടേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പരിച്ഛേദന ഏൽക്കാത്ത, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ നിയമങ്ങളോ ശബത്ത് നിയമങ്ങളോ പാലിക്കാത്ത ഈ ജാതികൾ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായിരിക്കുന്നു. ഈ ജാതികളായ വിശ്വാസികളും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളായി മാറിയിരിക്കുന്നു. ഇത് അംഗീകരിക്കുവാൻ യഹൂദന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പത്രോസ് പറഞ്ഞാലും ഇതൊക്കെ കണ്ട മറ്റ് യഹൂദന്മാർ പറഞ്ഞാലും മറ്റുള്ള യഹൂദ വിശ്വാസികൾക്ക് ജാതികളെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് സംഭവിച്ചേ തീരൂ. അതുകൊണ്ട് ഈ കാര്യം 11-ാം അധ്യായത്തിലും വിവരിച്ചിരിക്കുന്നു. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും
പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.